നമസ്കാരം. രാജ്യത്തിന്റെ അഭിമാനമായ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന BSNL-ഉം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന SBI-യും. BSNL കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനങ്ങൾ നൽകി ടെലികോം രംഗത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുകയാണ്. മറുഭാഗത്ത് SBI രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കാണ്. കോടിക്കണക്കിന് ആളുകൾ SBI-ക്ക് ഉപഭോക്താക്കളായി ഉണ്ട്. ഇന്ത്യയിലെ ഈ രണ്ട് പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. എന്നാൽ അതിലൊരു സത്യാവസ്ഥയുണ്ട്. അവർ തമ്മിലൊരു പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് തങ്ങളുടെ പുതിയ പേയ്മെന്റ് ഗേറ്റ്വേ പങ്കാളിയായി SBI തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ പാർട്ണർഷിപ്പിന്റെ ഫലമെന്നാൽ BSNL-ന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ ഉപഭോക്താക്കൾ നടത്തുന്ന എല്ലാ ഇടപാടുകളും ഇനി SBI-യുടെ പേയ്മെന്റ് ഗേറ്റ്വേയിലൂടെ ആയിരിക്കും ഉണ്ടാവുക. ഇടപാടുകൾ സുരക്ഷിതമായി നടത്താനും ഒറ്റ പോർട്ടലിലൂടെ നടത്താനും മിക്കവാറും എല്ലാ ഇടപാടുകളും വളരെ മികച്ച രീതിയിൽ പ്രോസസ്സ് ചെയ്യാനും ഈ സഹകരണം ലക്ഷ്യമിടുന്നുണ്ട്. ഉപഭോക്താക്കൾക്ക് BSNL-ന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും BSNL-ന്റെ സെൽഫ് കെയർ ആപ്പ് വഴി മൊബൈലുകളിലൂടെയും റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് അവരുടെ UPI ഐഡികൾ, ഇന്റർനെറ്റ് ബാങ്കിംഗ്, ബാങ്ക് കാർഡുകൾ, വാലറ്റുകളും പോലുള്ള വ്യത്യസ്ത രീതികളിലൂടെ ഏത് സമയത്തും പേയ്മെന്റുകൾ നടത്താൻ കഴിയുന്നതാണ്. BSNL ആപ്പ് വഴി റീചാർജ് ചെയ്യുന്നതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് വൻ ലാഭമാണുള്ളത്. കാരണം ആപ്പ് വഴി റീചാർജ് ചെയ്യുന്ന ചില പ്ലാനുകളിൽ BSNL എക്സ്ട്രാ ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 249 രൂപയ്ക്ക് മുകളിലുള്ള തുകയുടെ റീചാർജ് പ്ലാനുകളിൽ 2% ഡിസ്കൗണ്ടും BSNL വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് ഉപയോക്താക്കൾക്ക് വൻ ലാഭകരമായ ഒരു ഡീലായിട്ടാണ് കണക്കാക്കേണ്ടത്. പക്കാ പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എതിരാളികളോട് മുട്ടി നിൽക്കണമെങ്കിൽ BSNL-നും കാലത്തിനൊപ്പം മാറേണ്ടി വരുമെന്നും പറയുകയാണ്. നിലവിൽ പുതിയ ലോഗോ അടക്കം BSNL അടിമുടി മാറ്റിയിട്ടുമുണ്ട്. BSNL വെബ്സൈറ്റിലടക്കം മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് AI അസിസ്റ്റന്റ് ബോട്ടും സമാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ SBI-യുമായി സഹകരണത്തിനുള്ള BSNL-ന്റെ നീക്കം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആസ്വാദികരമാക്കും, അല്ലെങ്കിൽ ആധുനികമാക്കുകയും ഉപയോക്താക്കൾക്ക് സുരക്ഷിതമായി പേയ്മെന്റ് അതിനുവേണ്ടി വഴിയൊരുക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാം. ഫൈബർ അടിസ്ഥാനമാക്കിയുള്ള ലൈവ് TV സേവനങ്ങൾ, ഡയറക്ട് ടു ഡിവൈസ് സിം കിയോസ്കുകൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. 2025 ആദ്യ പകുതിയിൽ തന്നെ 5G സേവനങ്ങൾ ആരംഭിക്കാനുള്ള നീക്കവും സജീവമാണ്. കൂടാതെ BSNL 4G വ്യാപനം ഏതാണ്ട് പകുതി ദൂരം പിന്നിടുകയും ചെയ്തിട്ടുണ്ട്.